വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. പലരും ഇന്ന് IPL മത്സരത്തെക്കുറിച്ച് സംശയത്തിലാണ്. കണ്ടത് ലൈവാണോ അതോ ഹൈലൈറ്റ്സ് ആയിരുന്നോ എന്നുള്ളതാണ്. RCB വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ് തമ്മിലുള്ള മത്സരത്തെക്കുറിച്ച് സംശയത്തിലായിട്ടുള്ളത്. സംശയിക്കേണ്ട, അത് ലൈവ് മാച്ച് തന്നെയായിരുന്നു. RCBയുടെ കൃത്യതയാർന്ന ബൗളിങ്ങിന് മുന്നിൽ ഡൽഹി ക്യാപിറ്റൽസ് ബാറ്റേഴ്സിന് മറുപടിയില്ലാതെ സ്വന്തം കാണികൾക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങുന്ന ഡൽഹി ക്യാപിറ്റൽസിനെയാണ് ഇന്ന് നമ്മൾ കണ്ടത്. ജോഷ് ഹാസിൽവുഡ് 3.3 ഓവറിൽ വെറും 12 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റുകൾ നേടിയെടുക്കുന്നു. ഭുവനേഷ് കുമാർ 3 ഓവറിൽ വെറും 5 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകൾ നേടിയെടുക്കുന്നു. പവർ പ്ലേ 3.5 ഓവറുകളാകുമ്പോഴേക്ക് 8 റൺസിന് 6 വിക്കറ്റുകളാണ് ഡൽഹി ക്യാപിറ്റൽസിന് നിന്ന് നഷ്ടമായത്. 16.3 ഓവറിൽ 75 റൺസിന് പുറത്താകുന്നു. പവർ പ്ലേയിൽ 8 റൺസിന് 6 വിക്കറ്റ് വീണെടുത്ത് നിന്ന് 75 എത്തിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് വേണം കരുതാൻ. ഡേവിഡ് മില്ലർ 19 റൺസ് എടുത്തു. കെൽ ജാമിസൺ 12 റൺസ് എടുത്തു. 30 റൺസ് എടുത്ത അഭിഷേക് പോറലാണ് ഇന്നത്തെ ഡൽഹിയുടെ ടോപ്പ് സ്കോറർ. ഡൽഹിയുടെ 3 ബാറ്റർമാരാണെന്ന് 0 പുറത്തായത്. RCB അവരുടെ അശ്വമേധം തുടരുകയാണ്. സത്യത്തിൽ ഈ IPLൽ പഞ്ചാബും RCBയും തമ്മിലാണ് മത്സരം നടക്കുന്നത്. ആരാണ് ഒന്നാമൻ എന്നതിനുള്ളൊരു മത്സരം. കഴിഞ്ഞ തവണ ഫൈനലിൽ ഏറ്റുമുട്ടിയ RCBയും പഞ്ചാബും അതേ പ്രകടനമാണ് ഈ IPLൽ ഇടതടവില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. 7 മത്സരത്തിൽ 13 പോയിന്റോടെ പഞ്ചാബും 8 മത്സരത്തിൽ 12 പോയിന്റോടെ RCBയും 1ഉം 2ഉം സ്ഥാനങ്ങളിൽ തുടരുന്നു. ഇന്ന് ഡൽഹിയിലായിരുന്നു മത്സരം. സ്വന്തം കാണികൾക്ക് മുന്നിലാണ് ഡൽഹി തകർന്നടിഞ്ഞത്. ടോസ് ലഭിച്ച ബാംഗ്ലൂർ ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിന് അയക്കുന്നു. ക്യാപ്റ്റൻ എന്തുദ്ദേശത്തിലാണോ ബൗളിംഗ് തെരഞ്ഞെടുത്തത് അതിനേക്കാൾ വൃത്തിയായി ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആ ജോലി ചെയ്ത് പൂർത്തിയാക്കുന്ന മത്സരമായിരുന്നു ഇന്നത്തേത്. 75 മറികടക്കാനെത്തിയ ബാംഗ്ലൂരിന് 1 വിക്കറ്റ് മാത്രമാണ് നഷ്ടമായത്. 16.3 ഓവറിൽ ഡൽഹി തകർന്നടിഞ്ഞെങ്കിൽ 6.3 ഓവറിൽ RCB 9 വിക്കറ്റ് വിജയത്തോടെ 12 പോയിന്റിലേക്ക് ഉയരുന്നു. 2 സിക്സും 1 ഫോറും അടക്കം വിരാട് കോഹ്ലി നേടിയത് 15 പന്തിൽ 23. 11 പന്തിൽ 20 റൺസ് എടുത്ത ജേക്കബ് ബത്തേൽ മാത്രമാണ് പുറത്തായത്. 3 സിക്സിൻ്റെയും 3 ഫോറിൻ്റെയും അകമ്പടിയോടെ 13 പന്തിൽ 34 റൺസുമായി വിരാട് കോഹ്ലിക്ക് കൂട്ടായിക്കൊണ്ട് ദേവ്ദത്ത് പടിക്കലും പുറത്താകാതെ നിന്നു. ഒരു ഏകപക്ഷീയ വിജയം. എതിരാളികൾക്ക് ഒരൽപ്പം പോലും പഴുതു നൽകാതെ എല്ലാ മേഖലയിലും സർവാധിപതികളായി ഡൽഹിക്ക് മേൽ ആധിപത്യം പുലർത്തുന്ന മത്സരമായിരുന്നു RCB കാഴ്ചവെച്ചത്. 3.3 ഓവറിൽ 4 വിക്കറ്റുകൾ നേടിയ ജോഷ് ഹാസിൽവുഡ് തന്നെയാണ് ഇന്നത്തെ കളിയിലെ കേമനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.